ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം നമ്മൾ ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പാനുണ്ടല്ലോ, ഇത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഞാൻ ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ ഈ പാൻ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാനിലൊക്കെ കുറച്ച് നിർബന്ധങ്ങളുള്ള ആളാണ്. ഞാൻ എല്ലാ ടൈപ്പ് പാനൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ കുറച്ച് പേരെ ഈ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ടൈം ടേബിൾ സെറ്റാക്കി കൊടുക്കുമെന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതേ. ഇപ്പോൾ നിലവിൽ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഒരു ബിഗിനറായിട്ടാണ് ഞാനും തുടങ്ങിയേക്കുന്നത്. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഞാൻ PSCയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ആ ഒരു PSCയുടെ ട്രാക്കിലേക്ക്, ആ പഠിപ്പിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് ഞാനും കടന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറേ നിങ്ങൾ പേര് കമൻറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെയും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സമയമാണ് നിങ്ങളുടെ കയ്യിൽ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്നത്, അതൊന്നും എനിക്കറിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാൻ പറ്റാത്തത് കേട്ടോ. ഇപ്പോൾ പലർക്കും ഇങ്ങനെ കമൻറ്റായി ചോദിക്കുന്നുണ്ട്, ചേച്ചി സെറ്റ് ചെയ്ത് തരുമോ, ടൈം ടേബിൾ ഇതാക്കി തരുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാനും കണ്ടില്ല. ഇപ്പോൾ എൻ്റെ സിലബസ് എടുത്തിട്ട് ഞാനും എനിക്ക് പഠിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ടൈം ടേബിൾ ഞാൻ തന്നെ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പഠിക്കാതിരുന്നപ്പോൾ, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പഠിക്കാതിരുന്നപ്പോഴുള്ള ടൈം ടേബിളാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഈ ടൈം ടേബിൾ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂടാ. ഇപ്പോൾ ഞാനും ആദ്യം ഞാൻ പറഞ്ഞു, മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തതാണ് മുമ്പത്തെ എൻ്റെ പഠന രീതിയും ഇപ്പോഴത്തെ എൻ്റെ പഠന രീതിയും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിലാണോ കംഫർട്ട് ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് തീർത്ത് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് തീർത്തിട്ടേ അതിൽ അടുത്തയിലേക്ക് കിടക്കാൻ താല്പര്യമുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. കാരണം ആസ് എ ബിഗിനർ ആയിരുന്ന ടൈമിൽ ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചു പോയിരുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം എടുത്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും. ഇപ്പോൾ കേരള ജോഗ്രഫി പഠിക്കണം എന്ന് വെച്ചാൽ അത് ഡീപ്പായിട്ട് പഠിക്കും. എങ്ങനെ ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ പ്രിലിംസൊക്കെ പാസ്സായിട്ട് കയറിയുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റേതായ രീതിയിൽ കണ്ടെത്താൻ, അതായത് എനിക്ക് ഏത് രീതിയാണ് ബെറ്റർ എന്ന് കണ്ടെത്താൻ തന്നെ കുറേ ടൈം എടുത്തു. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് ഞാൻ മുമ്പ് ആ രീതി മെത്തേഡ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആദ്യം പ്രിലിംസിലൊക്കെ പാസ്സായി പോയിരുന്നത്. പിന്നീട് അധികമായിട്ടില്ല ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് സബ്ജക്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ ഇട്ട് പഠിച്ചു തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മറ്റേ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എനിക്ക് ആ മെത്തേഡ് മാറ്റാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പഠന രീതി കുറച്ച് ഇമ്പ്രൂവ് ആവുമോ, ഏതായിരിക്കും ബെറ്റർ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ടൈം ടേബിളുള്ള മെത്തേഡ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി തോന്നി, ഓക്കെ ടൈം ടേബിൾ മെത്തേഡ് കുറച്ചും കൂടി നല്ലതാണ്. അതായത് മെയിൻലി ബോർ അടിക്കില്ല. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോൾ 3-4 ദിവസമൊക്കെ ഒരു സബ്ജക്റ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ റിവിഷൻ്റെ ഒരു പ്രശ്നം, അതായത് ഇങ്ങനെ ഓരോ ദിവസം ഇതായി പഠിക്കുമ്പോൾ ഒരു റിവിഷൻ്റെ ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ടൈം ടേബിൾ മെത്തേഡിലേക്ക് മാറിയത് തന്നെ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ടൈം എടുത്ത് തന്നെയാണെങ്കിലും കുറച്ചധികം ടൈം പോയാലും കുഴപ്പമില്ല. ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വന്നേക്കാം. എന്നാലും അത് കുഴപ്പമില്ല. പഠിക്കുന്ന സബ്ജക്റ്റ് വളരെ വ്യക്തവും കൃത്യമായിട്ട് പഠിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചിരുന്നപ്പോൾ വ്യക്തിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ദിവസമുള്ള കയ്യിൽ, അതുകൊണ്ട് ഇത് പഠിച്ചു തീർക്കണം. അപ്പോൾ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ഇത് പഠിച്ചു തീർക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അല്ലാതെ ഇത് എത്രത്തോളം പഠിക്കണം, എത്ര വൃത്തിയിൽ പഠിക്കണം എന്നുള്ളതിന് ഞാൻ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നില്ല. ഞാൻ വേഗം എനിക്ക് തോന്നുന്നത്, ഞാൻ മുമ്പ് പഠിച്ചിരുന്ന സമയത്ത് എനിക്കുള്ളൊരു പ്രശ്നമാണ്, എനിക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നുന്ന സാധനം ഞാൻ പഠിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇതൊന്നും PSC ചോദിക്കാൻ സാധ്യതയില്ല, ഇതൊന്നും ചോദിക്കത്തില്ല, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ രീതിയിൽ പഠിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ 8ൻ്റെ പണികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പഠിക്കുന്നത് നല്ല വൃത്തിയിലും വ്യക്തവുമായിട്ട് പഠിക്കാൻ നോക്കുക. അത് നിങ്ങൾ ഏത് മെത്തേഡിലൂടെ പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ടൈം ടേബിളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ അത്രയും നിങ്ങൾക്ക് ടൈം ടേബിൾ പറ്റണില്ല എന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓരോരുത്തർക്കും എത്ര സമയം കിട്ടുന്നുണ്ട് നമ്മൾ ആദ്യം അറിയണം. അതായത് ഇപ്പോൾ ഒരു ദിവസം എത്ര സമയം PSCക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെയാണോ പഠിക്കുന്നത്, ചിലർക്ക് രാവിലെ ആയിരിക്കും പഠിക്കാതിരിക്കാൻ സമയം. ചിലർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെയാണ്. അവർക്ക് എന്നൊക്കെ വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞ് വീട്ടിലെ ജോലിക്ക് തീർത്തിട്ടുള്ള സമയത്തായിരിക്കും അവർ പഠിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കൊച്ചുമക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ചിലപ്പോൾ രാത്രി ആയിരിക്കും പഠിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ, അല്ലെങ്കിൽ ഇപ്പോൾ PSCയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നവർക്കാണ് ഇപ്പോൾ വീട്ടിൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ടൈം കിട്ടും, അല്ല പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ഓരോരുത്തരും ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് നമ്മൾ ഏത് എക്സാമിന് വേണ്ടി കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നതും അനുസരിച്ചിരിക്കും. അല്ല, ഇപ്പോൾ ഒരു LGS ലെവൽ സിലബസ് അല്ല ഇപ്പോൾ ഒരു LDC ലെവലിന് വരുന്നത്. ആ സിലബസ് അല്ല നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകൾ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വരുന്നത്, അല്ല അതല്ല ഒരു ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വരുന്നത്. എല്ലാം വളരെ വളരെ ഡിഫറൻസ് ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാ എക്സാമിനും കോമൺ ആയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ട വിഷയങ്ങളുടെ വ്യത്യസ്തപ്പെട്ടിരിക്കുക, ഓരോ എക്സാം അനുസരിച്ചിരിക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കുക.
ഇപ്പോൾ ഞാൻ നിലവിൽ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഞാനൊരു ടോപ്പിക്കുകൾ ഇപ്പോൾ കേരള ജോഗ്രഫി, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ചരിത്രം, അല്ലെങ്കിൽ കല, കായിക മേഖല, അങ്ങനെയായിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തേക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാനൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമേ ഫോളോ ചെയ്ത് വന്നിരുന്ന എൻ്റെ നോട്ടുകളും തീർച്ചയായും റാങ്ക് ഫയലും ഞാൻ റെഫർ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുക. എന്ന് വെച്ചാൽ റാങ്ക് ഫയൽ മാത്രം കുത്തിയിരുന്നല്ല ഞാൻ പഠിക്കുന്നത്. റാങ്ക് ഫയലിൽ ഞാൻ മുൻപേ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പഠിക്കും. അതേപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളും SIT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി പ്രിപ്പയർ ചെയ്ത നോട്ടുകൾ നോക്കിയിട്ട് അതുണ്ടെങ്കിൽ അത് പഠിക്കും. അതിനൊപ്പം തന്നെ ഞാൻ ആ പാഠമുള്ള SCERT ബുക്കുകൾ ഏതാണ്, അതായത് ഏതൊക്കെ ക്ലാസ്സുകളിലത്തെ ഭാഗങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാതിരിക്കണം എന്ന് വെച്ചാൽ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ പാഠം വന്നിട്ടുള്ളത്, ആ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് സ്പെസിഫൈ ചെയ്ത് ഊന്നി ചോദിച്ചിട്ടുള്ളത്, എക്സാമിന് ഊന്നി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നാം, നമ്മൾ ഈ സിലബസ് അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും. ഇല്ല കേട്ടോ, അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും അതൊക്കെ നമ്മുടെ ഡെഡിക്കേഷൻ അനുസരിച്ചിരിക്കും. പക്ഷേ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈം ടേബിൾ പോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നലത്തെ കാര്യം തന്നെ പറയാനാണെങ്കിൽ, ഇന്നലെ ഞാൻ ടൈം ടേബിൾ ഇട്ടിട്ട് ഇന്നലെ പക്ഷേ എനിക്ക് ആ ടൈം ടേബിളിലത്തെ മാത്സ് ഭാഗം നോക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് ബിസി ഡേ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ മാത്സ് ഏവറേജ് ഞാൻ നോക്കണം എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ആ ഭാഗം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം SCERT നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയി. പിന്നെ മാത്സ് പഠിക്കാനിരിക്കാനുള്ള ആ ഒരു മൂഡ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ മാത്സ് ഇന്നലെ സ്കിപ്പ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ എന്ന് പറയുന്നത് പരമാവധി നമ്മൾ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ടൈം ടേബിൾ ഇട്ടിട്ടാണ് പഠിക്കാതിരിക്കുന്നത് വെച്ചാൽ പരമാവധി നമ്മൾ ശ്രമിക്കും. അതായത് I to H സബ്ജക്റ്റ് പരമാവധി കംപ്ലീറ്റ് ചെയ്യണം. നമ്മളതായത് ഒരു ഗോൾ സെറ്റ് ചെയ്താണ് പഠിക്കാതിരിക്കുന്നത് വെച്ചാൽ പരമാവധി നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. പരമാവധി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ വേറെ എന്ത് കാര്യത്തിൽ എൻഗേജായി പോയാൽ അയ്യോ ഇന്ന ടോപ്പിക്കും കൂടി കഴിയാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലെടുക്കുമ്പോൾ പരമാവധി നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും I to H ടൈം ടേബിളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ തീർക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലൊന്നും നമ്മൾ വിചാരിച്ച അത്ര പോലെയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈം ടേബിൾ ഇട്ട പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് പഠിച്ചു പോകാൻ പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്തായാലും പറ്റും. ചിലപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആവും, അയ്യോ എനിക്ക് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് പറ്റുമെന്ന് തോന്നുള്ളൂ, ഇത് എന്തോരം പഠിക്കാനുള്ളത്, ഇത് എങ്ങനെ പഠിച്ച് തീരാമെന്നുള്ള പലതരത്തിലുള്ള നെഗറ്റീവുകൾ നമ്മളുടെ മൈൻഡിൽ വരും. സ്വാഭാവികമാണ്. കാരണം ഞാനും അതേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ പഠിച്ച് ആ ഒരു ട്രാക്കിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നല്ല സ്മൂത്തായി പൊക്കോളും കേട്ടോ. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പഠനം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ തന്നെ ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഏതാണ് വീക്ക് ഏരിയ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കുറച്ച് കൂടുതൽ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണോ വീക്ക്, അല്ലെങ്കിൽ മാത്സിലാണോ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിലാണോ, അല്ലെങ്കിൽ ഏത് പോർഷനാണോ നമുക്ക് വീക്ക് എന്ന് വെച്ചാൽ അത് ഡെയിലി ടൈം ടേബിൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ എല്ലാ ദിവസവും നമുക്കിപ്പോൾ എല്ലാ സബ്ജക്റ്റും ടൈം ടേബിൾ ഇട്ട് പഠിക്കുന്നവർക്ക് കവർ ചെയ്ത് എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് വീക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി 1 അവർ അല്ലെങ്കിൽ 2 അവർ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി തന്നെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മാത്സിലാണ് നമുക്ക് ടഫായിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ ആ പോർഷൻ കൂടുതൽ ഊന്നൽ നൽകിയിട്ട് അതിന് കുറച്ച് കൂടുതൽ ടൈം കൊടുത്തിട്ട് എല്ലാ ദിവസവും നമ്മളുടെ ടൈം ടേബിളിൽ ആ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്താം. ആ രീതിയിൽ പഠിച്ച് നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എന്തായാലും റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഒരു ദിവസം എത്ര സബ്ജക്റ്റ് എടുക്കണം, ഞാൻ പറയുന്നത് ഒരു ദിവസം ഇപ്പോൾ ഇത്രയും സബ്ജക്റ്റ് പഠിച്ച് തീർക്കണം അങ്ങനെയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടി കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനറാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്താൽ പെട്ടെന്നൊന്നും ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊന്നും ചിലപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം പോലും പഠിച്ചു കഴിയാൻ പറ്റിയെന്ന് വരില്ല. പഠിക്കുന്നത് വൃത്തിയായി പഠിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എടുത്തു ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 7 മണിക്കൂർ അവൈലബിൾ ആണെന്ന് വിചാരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇന്ന സബ്ജക്റ്റ്, 2 മണിക്കൂർ ഒരു സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല മെമ്മറി ഉള്ള ആളാണ്, പെട്ടെന്ന് പഠിച്ചാൽ കയറുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അതേപോലെ തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അത്ര ടൈം കൊടുത്ത് ചെയ്യുക. ഇപ്പോൾ നമ്മളതിന് ബിഗിനറാണ്, നമുക്കൊന്നും അറിയാത്ത ഒരാളെയാണ് ഇപ്പോൾ നിലവിൽ PSCയിലേക്ക് കയറിയിട്ടുള്ളൂ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സമയം എടുത്തിട്ട് തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾ അതിന് ശേഷം പിന്നെ സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിവിഷൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ട് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. ഇനിയും കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ട് എങ്ങനെ ഇപ്പോഴും ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ അറിയണില്ല എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ 1-2 ടൈം ടേബിളിൻ്റെ ഡെമോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇടാം കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.